ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ ഐ ലവ് കോവയിലാണ് കേട്ടോ. അപ്പോൾ കുറേ നാൾ നമ്മൾ ഈ സ്ഥലം ഇങ്ങനെ കണ്ടിട്ട് ഒരു ദിവസം ഇവിടെ വരണമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു സൺഡേ വൈകുന്നേരമാണ് ഞങ്ങൾ പോയത്. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാനും നമുക്ക് വോയിസ് കൊടുക്കാനൊന്നും ടൈം കിട്ടാഞ്ഞുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ. എന്തായാലും അടിപൊളി സ്ഥലമാണ്. ഈവനിങ് ഒക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വന്നിരിക്കാനായിട്ട് നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. നമുക്ക് എന്താ പറയുക, എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ അവിടെ ആൾ വരും എന്നൊരു അവസ്ഥ. അതായത് കുട്ടികളുടെ കളിക്കുന്ന സെക്ഷനിലാണെങ്കിൽ അങ്ങോട്ട് പോകാനേ പറ്റില്ല, അത്ര തിരക്കായിരുന്നു കേട്ടോ. നോർമലി എല്ലാവരും അച്ഛനും അമ്മയും പിള്ളേരെയും കൊണ്ടൊക്കെ ഇറങ്ങുന്ന ടൈമാണല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഈ സൈഡൊക്കെ നമുക്ക് അത്യാവശ്യം ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ അതിൻ്റെ എത്ര ഫീസ് അതൊക്കെ നമുക്ക് പറയാം. ഇത് വരുന്നത് ഉക്കടത്താണ്, കോയമ്പത്തൂർ ഉക്കടത്താണ്. അപ്പം നമുക്ക് ഹൈവേ കാണാൻ പറ്റും. അതേപോലെ ഓവർ ബ്രിഡ്ജ് പോകുന്നത്, പുതിയ ഓവർ ബ്രിഡ്ജ് പോകുന്നതൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാനായിട്ട് പറ്റും. ആ ഓവർ ബ്രിഡ്ജ് തീരുന്നതിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയുമ്പോഴാണ് ഉക്കടത്ത് ഈ ഒരു സ്ഥലം. അപ്പോൾ ഇതിന് പിന്നിലൊരു കഥയൊക്കെ ഉണ്ട് കേട്ടോ, അത് വഴിയെ പറയും. അപ്പോൾ ഞങ്ങളുടെ കൂടെ സന്തോഷമുണ്ട്. സന്തോഷ് പിന്നീട് വന്നാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അതുവരെ ഞങ്ങളിങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ പാർക്കിങ്ങിന് പ്രത്യേക സ്പേസൊന്നും ഇല്ല, നമ്മൾ റോഡ് സൈഡിലൊക്കെ വണ്ടി നിർത്തിയിട്ടാണ് കയറുന്നത്. പിന്നെ നടക്കാൻ വരുന്നവരും അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ എൻജോയ് ചെയ്യാൻ വരുന്നവർ. എന്തായാലും സ്ഥലം അടിപൊളിയാണ്. ഇത് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന പച്ച കളർ ചെടിയുണ്ടോ, ഇത് നമ്മുടെ വീട്ടിനവിടെ ഉള്ള, ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ചെടിയും അതും പിന്നെ പോളപ്പൂവും ഒക്കെയാണ് ആ നിൽക്കുന്നത്. അപ്പോൾ ആ ചെടിക്ക് ഇത്ര ഭംഗി വരുന്നത് എനിക്ക് തോന്നുന്നു ഈ വെള്ളത്തിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണെന്ന് തോന്നുന്നു. ഈ കാണുന്ന പാലമാണ് നമ്മുടെ ഉക്കടം ഓവർ ബ്രിഡ്ജ്, പുതുതായിട്ട് പണിതാണ്. അപ്പോൾ അത് കയറി ഇറങ്ങി വന്നാൽ ഇതിൻ്റെ ഈ പാർക്കിൻ്റെ സൈഡിലോട്ട് വരും. അതേപോലെ തന്നെ അല്ലാതെ റോഡ് സൈഡിൽ കൂടെയും വരാൻ പറ്റും. അപ്പോൾ സന്തോഷം നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമതെടുത്ത ഇൻട്രോ ആണ് കേട്ടോ. ആദ്യം വന്നപ്പോൾ ഞാൻ ഒന്നും കൂടെ വരാൻ നന്നായിട്ടെന്ന് പറഞ്ഞിട്ട് ഹെൽമെറ്റൊക്കെ അവിടെ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇനി കുഞ്ഞിനെ കളിപ്പിക്കുന്ന പരിപാടിയൊക്കെയാണ്. പിന്നെ ഞങ്ങളവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. നടക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈവനിങ് വോക്കിന് വരുന്നവർ ഈ ഒരു റൗണ്ടിന് ഏതൊരു തടാകമാണ്, അതിന് ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനുള്ള സ്പേസ് അവർ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ റോഡ് സൈഡിലൊക്കെയാണ് കാറിട്ടേക്കുന്നത്. ഞങ്ങൾ റോഡ് സൈഡിലാണ് കാറിട്ടത്. അപ്പോൾ ഇതിന് മുകളിൽ കയറിയിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്റ്റെപ്പ് കയറി മുകളിൽ നിന്നിട്ട് നമുക്ക് റോഡും അതേപോലെ തന്നെ തടാകമൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ വ്യൂ ആണ് ഈ കാണുന്നത്. ഈവനിങ് ആകുമ്പോഴത്തേന് ലൈറ്റൊക്കെ വരുമ്പോഴത്തേനെല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നല്ല കാറ്റും ഒക്കെ ആകുമ്പോൾ വന്നിരിക്കാൻ കുടുംബത്തോടു കൂടി അല്ലാതെയൊക്കെ വന്നിരിക്കാൻ നല്ല സുഖമാണ് ഇവിടെ. ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള ഗെയിംസ് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല യൂസാകും. പിന്നെ ചെറിയ ചാർജും ഉണ്ട്. ഞാൻ 2 ഗെയിംസിന് 50 രൂപ വെച്ചിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ എല്ലാത്തിനും ചാർജൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, കണ്ടതാണ് ഞാൻ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ബാത്റൂം സൗകര്യമൊക്കെ നല്ല സൗകര്യമുണ്ട്. അത്യാവശ്യം നമുക്ക് അവിടെ വന്നിരുന്നാലും സ്ത്രീകൾക്കൊക്കെ നമുക്കൊന്ന് പോകാൻ പറ്റിയ ബാത്റൂംസൊക്കെ ഉണ്ട്. അപ്പോൾ നീരുവിന് എന്തായാലും ഓടി നടക്കാനുള്ള സ്ഥലവും ഇടയ്ക്കിടയ്ക്ക് കളിക്കാനുള്ള സ്ഥലവും കിട്ടിയതിൻ്റെ സന്തോഷമാണ്. എല്ലാ റൈഡ്സിനും നമുക്ക് ചാർജൊന്നും ഈടാക്കുന്നില്ല കേട്ടോ. ഈ റൈഡ്സ് അതേപോലെ തന്നെ ഊഞ്ഞാൽ, പിന്നെ സീസോ, അങ്ങനെ കുറേ നമുക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നും അങ്ങനെ പൈസ ഒന്നും അവർ വാങ്ങിക്കുന്നില്ല. അവർ എക്സ്ട്രാ കുറേ കൊണ്ടുവന്നിട്ടുള്ള ഗെയിംസിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പൈസ അവർ ഈടാക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കാൻ നല്ല സ്പേസ് ഉണ്ട് അവിടെ. പിന്നെ നമ്മുടെ അവിടെ കുറേ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം വേസ്റ്റായ സാധനങ്ങൾ കൊണ്ടാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് ഈ ആണി, അതൊക്കെ തുരുമ്പിച്ച ആണി, അതേപോലെ തന്നെ നട്ട്, ബോൾട്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് ഓരോരോ രൂപങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ വേസ്റ്റായ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ എന്താ പറയുക, ബദാം, അവിടെ ഒരു ബദാം മരമാണ്, അതിന് ചോട്ടിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ. അപ്പോൾ സന്തോഷിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളത് പണ്ട് കുറേ പൊട്ടിച്ച് കഴിച്ചിട്ടുള്ളതാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേന് ലൈറ്റൊക്കെ ഇങ്ങനെ വന്നു. എന്നിട്ട് അപ്പോൾ നമ്മൾ ആ ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ ഈ വീഡിയോയിൽ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ ഒരുപാട് വലിയ ചാർജൊന്നും ഇല്ല കേട്ടോ അതിന്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് നമ്മളിങ്ങനെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി അങ്ങനെ തടാകത്തിലോട്ട് പോകുന്നൊരു വഴിയുണ്ട്. അങ്ങനെയാണ് ബോട്ടിങ്ങിന് പോകേണ്ടവർ ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ അവരുടെ അഡ്വർടൈസ്മെൻ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ഏതൊക്കെ ഐറ്റംസ് ഉണ്ട്, എത്ര രൂപയാകും എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1 റൗണ്ട് 500 രൂപ. മറ്റേ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ജെറ്റ് സ്കൈ അല്ലേ, ജെറ്റ് സ്കീയോ
ജെറ്റ് സ്കീ, സ്പീഡ് ബോട്ട്, പോൺടൂൺ ബോട്ടോ, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ റേറ്റൊക്കെ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് അങ്ങോട്ട് ബോട്ടിങ്ങിലോട്ട് ഇറങ്ങുന്ന ആ ഒരു സ്പേസ് വരുന്നത്. ഈ ഐ ലവ് ഗോവയ്ക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. ഹിസ്റ്ററി അല്ല, ഒരു പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റ് എന്താണ് നമുക്ക് സന്തോഷം പറഞ്ഞു തരും. இது ஹிஸ்ட்ரின்னு சொன்னால் எதுவும் இல்லை. இது ஃபஸ்ட்டு ஒரு கூவம் மாதிரி இருந்துச்சு. அது மீன்ஸ் இந்த வேஸ்ட் ഒക്കെ கொண்டிடுது சார், லைக் அது. அதுக்கப்புறம் வந்துட்டு கோயம்புத்தூர் ஸ்மார்ட் சிட்டிங்கிற ஒரு ப்ராஜெக்ட் வந்துச்சு. அந்த ப்ராஜெக்ட் வந்ததுக்கப்புறமா இது வந்து ஐ லவ் கோவைன்னு சொல்லிட்டு இந்த மாதிரி கோயம்புத்தூர்ல இன்னும் நிறைய பிளேஸில் நிறைய இடத்துல வந்துட்டு ലൈക്ക് ഇതേ മാതിരി എല്ലാമേ സെറ്റപ്പ് பண்ணியிருக்காங்க. ഇത് നേരത്തേക്കാട്ടി ഭയങ്കര മാറ്റമാണ്. ഇപ്പൊ എല്ലാവർക്കും ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടായിട്ട് മാറിപ്പോയി. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി വന്നപ്പോഴത്തേക്കിന് നേരം ഇരുട്ടി തുടങ്ങി. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായി. പിന്നെ അവിടെ കഴിക്കാനുള്ള കുറേ ഐറ്റംസൊക്കെ ആ ടൈമിലാണെന്ന് തോന്നുന്നു കൂടുതൽ വരുന്നത്. ഐസ്ക്രീം, പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ആ സൈഡിൽ കിട്ടുന്നുണ്ട്. അല്ലാതെയും കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു ആ സൈഡിൽ. അതായത് അത് കയറി വരുന്ന ആ സൈഡിലാണ് കൂടുതൽ ഐറ്റംസ് കിട്ടുന്നത്, റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ അവിടെ ഓപ്പൺ ജിമ്മ് കണ്ട്. ഇത് ജിമ്മാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ ഇതിങ്ങനെ കറക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ജിമ്മിൻ്റെ ആയിരിക്കും തോന്നുന്നു. പിന്നെ ഇങ്ങനെ എക്സസൈസ് ചെയ്യാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വെറുതെ കണ്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്തു. അതെന്താ നിങ്ങൾ മാത്രം കറക്കിയാൽ മതി, ഞാൻ കറക്കിയാൽ കറങ്ങൂലേ എന്നുള്ള രീതിയിൽ നീരും കറക്കാമെന്ന് പറഞ്ഞ് കുറച്ച് അവിടെ നിന്ന് കറക്കി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഊഞ്ഞാൽ കണ്ടത്. അപ്പോൾ ഊഞ്ഞാൽ കണ്ടപ്പോഴത്തേനും ഞാൻ ചാടിക്കയറി. സാധാരണ നമുക്ക് എവിടെ പോയാലും 12 വയസ്സിന് മുകളിലുള്ളവർ കയറാൻ പാടില്ല എന്ന് മിക്കടത്തും എഴുതി വെച്ചിട്ടാണ്. കൂടുതൽ ഈ കുട്ടികളുടെ വർക്കിലാണ്, അത് സത്യമാണ്. നമ്മൾ കയറി അത് ഒടിഞ്ഞു പോകും. പക്ഷേ അത് കാണുമ്പോൾ നമുക്കൊരു വിഷമം, പ്രായം കൂടിയതിൻ്റെ ഒരു വിഷമം വരും. അപ്പോൾ ഇതിലങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ആദ്യമേ ചാടിക്കയറി. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനും കയറണമെന്ന് പറഞ്ഞു. പിന്നെ അവനെ ഒറ്റയ്ക്ക് കുറച്ച് നേരം ഞങ്ങൾ പിടിച്ച് ആട്ടി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. അപ്പോൾ അതുകൂടി ചെയ്യണം, മറക്കണ്ട. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.